ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തജ്വീദുൽ ഖുർആൻ 4ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആനിൻ്റെ റിവിഷൻ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗവുമായിട്ടുള്ള റിവിഷൻ ക്ലാസ്സാണ് ഇന്ന്. അപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂട്ടുകാരി കൂടിയുണ്ട്. ഇന്ന് നമുക്ക് 4ാമത്തെ പാഠമായ മദ്ദുൽ ആരിലിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് മദ്ദുൽ ആരിൽ? മദ്ദക്ഷരത്തിന്റെ ശേഷം വഖഫിന്റെ കാരണത്താൽ സുക്കൂൻ ലഭിക്കുന്നിടത്ത് കൂടുതൽ നീട്ടണം. ഇതിനാണ് മദ്ദുൽ ആരിൽ എന്ന് പറയുന്നത്. ഓക്കെ, മദ്ദുൽ ആരിൽ എത്ര വരെ നീട്ടലാണ് നല്ലത്? 3 അലിഫിന്റെ കദർ വരെ നീട്ടലാണ് നല്ലത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? മദ്ദുൽ ആരിൽ 3 അലിഫിന്റെ കദർ വരെ നീട്ടലാണ് നല്ലത് എന്നാ പറയുന്നത്. മനസ്സിലായില്ല? അപ്പൊ ലാസിം എന്തായെന്ന് പറഞ്ഞത്? 3 അലിഫിന്റെ കദർ ലാസിമ് 3 അലിഫിന്റെ കദർ നീട്ടൽ നിർബന്ധമാണ്. അപ്പൊ ഇവിടെ 3 അലിഫിന്റെ കദർ വരെ നീട്ടലാണ് നല്ലത്. അതായത് നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മദ്ദാണ് ആരിൽ. അതായത് കരീം എന്ന് പറഞ്ഞ് നമ്മളിവിടെ വഖഫ് ചെയ്യുക. മനസ്സിലായില്ല? അപ്പോൾ അവിടെ യാ കഴിഞ്ഞതിന് ശേഷം മീമ് സുക്കൂന് വരികയാണ്. പുതുതായിട്ടൊരു സുക്കൂൻ ഉണ്ടാവുകയാണ്. മനസ്സിലായോ? എന്താണ് പുതുതായിട്ടുണ്ടാകുന്ന സുക്കൂനാണ് ആരിലായ സുക്കൂൻ എന്ന് പറയുന്നത്. അതിൽ ചോദ്യം വരുന്നുണ്ട്, എന്താണ് ആരിലായ സുക്കൂന്? എന്താണ്? വഖഫിന്റെ കാരണത്താൽ പുതുതായി ഉണ്ടാകുന്ന സുക്കൂനിനാണ് ആരിലായ സുക്കൂന്. എന്താണ്? വഖഫിന്റെ കാരണത്താൽ പുതുതായി വരുന്ന സുക്കൂനിനാണ് ആരിലായ സുക്കൂൻ എന്ന് പറയുന്നത്. അതെ, വഖഫിന്റെ കാരണത്താൽ പുതുതായിട്ടുണ്ടായി വരുന്ന സുക്കൂനിനാണ് ആരിലായ സുക്കൂൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് എന്താണ് ആരിൽ, എന്താണ് ആരിലായ സുക്കൂൻ, അത് രണ്ടും നന്നായി മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഉദാഹരണം തരും മാച്ച് ചെയ്യാനുള്ളതിൽ. ലഅല്ലഹും യതഫക്കറൂൻ എന്നതിന് ഇവിടെ ഓപ്ഷൻ ആരിൽ, ലീന് ഒക്കെ തരും. അപ്പോൾ ഇവിടെ എന്താണ്, എന്തിലേക്കാണ് നമ്മൾ? മദ്ദുൽ ആരിലാണ്. അവിടെ വഖഫിന്റെ കാരണത്താൽ ആരിലായ സുക്കൂന് വരുന്നു, യതഫക്കറൂ എന്നുള്ളിടത്ത്. അപ്പോൾ മനസ്സിലാക്കുക, ആരിലായ സുക്കൂൻ അവിടെ ഉണ്ടാവുക. അപ്പോൾ മദ്ദുൽ ആരിൽ എത്ര വരെ നീട്ടലാണ് നല്ലത്? 3 അലിഫിന്റെ കദർ വരെ നീട്ടലാണ് നല്ലത്. ഒക്കെ മനസ്സിലാക്കുക. പിന്നെ എല്ലാവരും എല്ലാ പാഠഭാഗത്തിലും ഇതുപോലൊരു നുൻഷിദ് വരുന്നുണ്ട് മദ്ദുകളെ കുറിച്ചിട്ടുള്ള. അപ്പോൾ ഇത് പഠിക്കണം. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. അല്ലെങ്കിൽ അവസാനത്തെ 5 വരി കുറയാൻ എഴുതാതെ വരുന്നിടത്ത് ഇത് പൂരിപ്പിക്കാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ പാഠത്തിലും മദ്ദിനെ കുറിച്ച് വരുന്ന ഈ നുൻഷിദ് നന്നായി മനസ്സിലാക്കി പഠിക്കണം എല്ലാവരും. അപ്പോൾ ഇത്രയാണ് ആരിലായ മദ്ദിനെ കുറിച്ചിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത്. വഖഫിന്റെ കാരണത്താൽ വഖഫിന്റെ സ്ഥലത്ത് വരുന്നതാണ് ആരിലായ സുക്കൂന്. അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അവിടെ മദ്ദക്ഷരം വരും. മദ്ദക്ഷരമായ അലിഫ്, വാവ്, യാ ഇതിലേതെങ്കിലും ഒന്ന് വരും. മനസ്സിലായില്ലേ? ഇവിടെതാ മദ്ദിൻ ഹർഫിൻ പിറകെ സുക്കൂന്, അതായത് മദ്ദിന്റെ ഹർഫായ അലിഫ്, വാവ്, യാ ഇതിൻ്റെ ശേഷം വരുന്ന ഏത് അക്ഷരമാണ് നമ്മളവിടെ വഖഫിന്റെ കാരണത്താൽ സുക്കൂന് വരും. അപ്പോൾ അവിടെ ഉണ്ടാകുന്നതാണ് ആരിൽ, മദ്ദുൽ ആരിലായ സുക്കൂന്. മനസ്സിലാക്കുക. അപ്പോൾ അവിടെ 3 അലിഫിന്റെ കദർ വരെ നീട്ടലാണ് നല്ലത്. അപ്പോൾ ചോദ്യം വരും, 3 അലിഫിന്റെ കദർ വരെ നീട്ടലാണ് എന്ത്? 3 അലിഫിന്റെ കദർ വരെ നീട്ടലാണ് നല്ലത്. എന്തിനെന്ന് ചോദിച്ചാൽ മദ്ദുൽ ആരിലിന്. മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇനി നമ്മൾ 5ാമത്തെ പാഠമായ മദ്ദുൽ ലീനിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് ലീന്? എന്താണ് മദ്ദുൽ ലീന്? ലീൻ അക്ഷരത്തിന്റെ ശേഷം വഖഫിന്റെ കാരണത്താൽ സുക്കൂൻ വന്നാൽ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ്ദുൽ ലീൻ എന്ന് പറയുന്നത്. ലീനക്ഷരങ്ങൾക്ക് ശേഷം വഖഫിന്റെ കാരണത്താൽ സുക്കൂന് വരുന്നതിനാണ് മദ്ദുൽ ലീൻ എന്ന് പറയുന്നത്. അപ്പൊ ലീനക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഫതഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവിനെയും യാഇനെയും ലീനക്ഷരം എന്ന് പറയുന്നത്. ഫതഹിന് ശേഷം വരുന്ന, ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഫത്തഹയുടെ ഉടനെ വരുന്ന സുക്കൂനുള്ള വാവും യാവുമാണ് ലീനക്ഷരം. മനസ്സിലായില്ലേ? ഫത്തഹയുടെ ഉടനെ വരുന്ന സുക്കൂനുള്ള വാവും യാവുമാണ് ലീനക്ഷരം. അപ്പൊ മദ്ദക്ഷരം ഏതാണ്? അലിഫ്, യാ, വാ. അലിഫ്, വാവ്, യാ ഇതാണ് മദ്ദക്ഷരം. ലീനക്ഷരം വരുന്നത് യാവും വാവും ആണ്.
സുക്കൂനുള്ള യാവും വാവുമാണ്. മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഉദാഹരണത്തിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെ ഖുറൈഷ് എന്നതിൽ റായിന് എന്താണ് ഫത്തഹ് വന്ന്, അതിൻ്റെ ശേഷമുള്ള അക്ഷരം ഏതാണ്? യാ. സുക്കൂനുള്ള യാ വന്ന്. അപ്പോൾ അവിടെ ലീനക്ഷരത്തിന് ശേഷം പിന്നെ ഖുറൈഷ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് വരും? അതിനും സുക്കൂന് വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഫത്തഹയ്ക്ക് ശേഷം സുക്കൂനുള്ള യാ വന്നു, അതിന് ശേഷം വഖഫിൻ്റെ കാരണത്താൽ അവിടെ സുക്കൂനും വന്നു. അപ്പോൾ ഫത്തഹയുടെ ശേഷം വരുന്ന ലീനക്ഷരം, സുക്കൂനുള്ള അക്ഷരമായ ലീനക്ഷരം യാ വന്നു, അതിൻ്റെ ശേഷം സുക്കൂന് വന്നു. അപ്പോൾ ലീനക്ഷരങ്ങൾക്ക് ശേഷം സുക്കൂന് വരുന്നതാണ് എന്ത്? മദ്ദുല്ലീന്. മനസ്സിലാക്കുക. ഫത്തഹയുടെ ശേഷം ലീനക്ഷരങ്ങൾക്ക് വാവ്, യാ ഇതിലേതെങ്കിലും ഒന്നിന് സുക്കൂന് വരും, അതിൻ്റെ ശേഷം സുക്കൂനും വരും. അക്ഷരങ്ങൾക്ക് വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് വരും. അത് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് മദ്ദുല്ലീൻ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഖുർആനിലെ ഉദാഹരണങ്ങളൊക്കെ തരും. പരീക്ഷയ്ക്ക് മാച്ച് ചെയ്യാൻ ഉദാഹരണം വരും. എന്ത്? മിൻ ഹൗഫ്, ഖുറൈഷ്, വസ്സൈഫ്, ഹാദൽ ബൈത്ത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? വഖഫ് ചെയ്യുന്ന സ്ഥലത്താണ്. അപ്പോൾ മനസ്സിലാക്കുക. അതുപോലെ ഫത്തഹ, അതിൻ്റെ ശേഷം ലീനക്ഷരം, അതിൻ്റെ ശേഷം സുക്കൂന് വരുന്നു. അപ്പോൾ നമ്മൾ ലാസിമിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ? മദ്ദക്ഷരത്തിൻ്റെയോ ലീനക്ഷരത്തിൻ്റെയോ ശേഷം സ്ഥിരമായ സുക്കൂന് വന്നാൽ ലാസിം ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതിന് ഉദാഹരണം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു. ഐൻ, സീൻ, ഖാഫ് എന്നിടത്ത് മദ്ദുൽ ലാസിമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇന്നലെ ലീനക്ഷരത്തെക്കുറിച്ച് ഇതിൽ പറയുമ്പോൾ കൂടുതൽ പറയാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ മദ്ദുല്ലീനിൽ ലീനക്ഷരത്തിന് ശേഷം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് വന്നു. അപ്പോൾ എന്താണ് മദ്ദുല്ലീന്, എന്താണ് മദ്ദുൽ ലാസിം എന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. മദ്ദുൽ ലാസിമും മദ്ദുല്ലീനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മദ്ദുൽ ലാസിം എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരത്തിൻ്റെയോ ലീനക്ഷരത്തിൻ്റെയോ ശേഷം സ്ഥിരമായ സുക്കൂന് ഉണ്ടായാൽ മതി. സ്ഥിരമായ സുക്കൂനുണ്ടായ മദ്ദുൽ ലാസിം. മദ്ദുൽ ലീൻ എന്ന് പറഞ്ഞാൽ ലീനക്ഷരത്തിൻ്റെ ശേഷം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂൻ ഉണ്ടാവുന്നതിന് മദ്ദുൽ ലീൻ എന്ന് പറയും. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കുക. അപ്പോൾ അടുത്തത് എന്താണ്? മദ്ദുൽ ലീന് എത്ര അലിഫ് വരെ നീട്ടണം? ഒരു അലിഫിന്റെ കദർ ചുരുക്കലാണ് നല്ലത്. ഒരു അലിഫിന്റെ കദറായി ചുരുക്കലാണ് നല്ലത്. അപ്പോൾ എന്താണ്? നമ്മൾ അസ്ലി, ഫർഇയിലെ 5 ഇനം മദ്ദുകളിലെ അവസാനത്തെ മദ്ദാണ് മദ്ദുല്ലീന്. ഫർഇയിലെ 5 ഇനം മദ്ദിലെ അവസാനത്തെ മദ്ദാണ് മദ്ദുല്ലീന്. അത് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്? മദ്ദുല്ലീനിൽ 3 അലിഫിൻ്റെ കദർ നീട്ടാമെങ്കിലും 3 അലിഫ് നീട്ടാമെങ്കിലും ഒരു അലിഫിൻ്റെ കദറായി ചുരുക്കലാണ് മദ്ദുല്ലീന്. അപ്പോൾ അതുവരെയുള്ള എല്ലാ മദ്ദുകളും 3 അലിഫിൻ്റെ കദർ നീട്ടൽ ലാസിം നിർബന്ധമാണ്. ആരില് 3 അലിഫിൻ്റെ കദർ നീട്ടലാണ് നല്ലത്. മറ്റേത് നിർബന്ധമാണ് ലാസിം. ആരില് നല്ലത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ മദ്ദുല്ലീന് ഒരു അലിഫിൻ്റെ കദറായി ചുരുക്കലാണ് നല്ലത്. അപ്പോൾ ഉദാഹരണം തന്ന് മിൻ ഹൗഫ് എന്നതിൽ എത്ര അലിഫിൻ്റെ കദർ വരെ നീട്ടണം? ഒരു അലിഫിന്റെ കദർ വരെയാണ് നീട്ടൽ. ഒരു അലിഫിൻ്റെ കദർ വരെയാണ് നീട്ടേണ്ടത്. അതായത് മദ്ദുല്ലീനാണ് അവിടെ. അപ്പോൾ അത് മനസ്സിലാക്കണം. പിന്നെ അതുപോലെ നമുക്ക് മദ്ദുൽ ആരിലത്തെ തിന്നുകാണ്ട് അവിടെ എത്ര അലിഫിൻ്റെ കദർ വരെ നീട്ടണം എന്ന് വെച്ചാൽ അവിടെ 3 അലിഫിൻ്റെ കദറായി നീട്ടലാണ് നല്ലത്. ലാസിം തന്നിക്കുകയാണെങ്കിൽ 3 അലിഫിൻ്റെ കദർ നീട്ടൽ നിർബന്ധമാണ്. പിന്നെ വിട്ട ഭാഗം പൂരിപ്പിക്കാനായിട്ട് ചോദ്യം വരുന്നത് മദ്ദുൽ ആരിൽ ഡാഷ് അലിഫിൻ്റെ കദർ വരെ നീട്ടലാണ് നല്ലത്. അപ്പോൾ അവിടെ എന്താ ചെയ്താ? 3 അലിഫ് കദർ വരെ നീട്ടലാണ് നല്ലത്. അതുപോലെ മദ്ദുല്ലീന് 3 അലിഫിന്റെ കദർ നീട്ടാമെങ്കിലും ഡാഷ് കദറായി ചുരുക്കലാണ് നല്ലത്. ഒരു അലിഫിന്റെ കദറായി ചുരുക്കലാണ് നല്ലത്. അതെ, ഒരു അലിഫിന്റെ കദറായി ചുരുക്കലാണ് നല്ലത്. അപ്പോൾ നന്നായി പഠിക്കുക. പിന്നെ ഇവിടെ മുത്തസില്, മുൻഫസില്, ലാസിം, ആരിൽ, ലീന്, മദ്ദുൽ ഫർഇയിലെ 5 ഇനം മദ്ദുകളെ കുറിച്ചിട്ടാണ് ഇവിടെ ഒറ്റ നോട്ടത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. അവസാനം 5 വരിയിൽ കുറയാതെ മദ്ദുകളെ കുറിച്ച് എഴുതാൻ വരും. അപ്പോൾ ഈ 5 മദ്ദുകളാണ് നമ്മളവിടെ എഴുതി വെക്കേണ്ടത്. മനസ്സിലാക്കുക.
അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്ത പാഠത്തിലേക്ക് കടക്കാം. ഇത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. അടുത്ത 6ാമത്തെ പാഠം മദ്ദുൽ മുത്തത്തരിഫ്. എന്താ ഇവിടെ പറയുന്നത്? ഇവിടെ അസ്ലിയായ മദ്ദിലാണ് വഖഫ് ചെയ്യുന്നത്. സിൽസാലഹ, ലബ്ഹ, ഖലാ, ലിദിക്രി, ലിനഫ്സി എന്നൊക്കെ വരുന്നിടത്ത് അസ്ലിയായ മദ്ദിലാണ് വഖഫ് ചെയ്യുന്നത്. അസ്ലിയായ മദ്ദുകൾ ഏതൊക്കെയാണ്? അസ്ലിയായ മദ് ഏതൊക്കെയാണ്? മദ്ദക്ഷരം തന്നെയാണ് അസ്ലിയായ മദ്. ഏതൊക്കെയാണ് മദ്ദക്ഷരങ്ങൾ? അലിഫ്, യാ, വാ. വാവ്. ഈ 3 അക്ഷരമാണ് അസ്ലിയായ മദ്ദക്ഷരങ്ങൾ. അപ്പോൾ ആ മദ്ദക്ഷരങ്ങൾ ഇവിടെ വഖഫ് ചെയ്യുന്നിടത്ത് വന്നാൽ നമ്മളവിടെ അസ്ലിയായ മദ് ഒരു അലിഫിൻ്റെ കതിറായി ചുരുക്കുന്ന രീതിയിൽ വഖഫ് ചെയ്യണം. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെയൊക്കെ അസ്ലിയായ മദ്ദിലാണ്. നമ്മളിപ്പോൾ സിൽസാലഹ, ഹ, അവിടെ ഹ ആണ് അവസാനം, പക്ഷെ അതിനോട് ചേർന്നിട്ട് അലിഫ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ അസ്ലിയായ മദ്ദിൻ്റെ കതിറിനേക്കാൾ കൂടാനോ കുറയാനോ പാടില്ല. പിന്നെന്താണ്? അവസാനത്തിൽ മീമിൻ്റെയോ ഹാഇൻ്റെയോ ശബ്ദം വരാനും പാടില്ല. സിൽസാലഹ അവിടെ ഹ അലിഫിലേക്ക് വേണം വഖഫ് ചെയ്യാൻ. മീമിൻ്റെ ശബ്ദമായിട്ടോ ഹാഇൻ്റെ ശബ്ദമായിട്ടോ വരാൻ പാടില്ല. ഏത് അസ്ലിയായ മദ്ദിലാണോ വഖഫ് ചെയ്യുന്നത് ആ അക്ഷരത്തിൻ്റെ ശബ്ദം വേണം പുറത്തു വരാൻ. മനസ്സിലാക്കുക. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാം. അസ്ലിയായ മദ്ദിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? എന്താണ്? അസ്ലിയായ മദ്ദിന്റെ കതിറിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അവസാനത്തിൽ മീമിന്റെയോ ഹാഇന്റെയോ ശബ്ദം വരരുത്. അതെ, ഇവിടെ അസ്ലിയായ മദ്ദിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ചോദ്യം വരും. അപ്പം എന്താണ്? അസ്ലിയായ മദ്ദിന്റെ കതിറിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അവസാനത്തിൽ മീമിൻ്റെയോ ഹാഇൻ്റെയോ ശബ്ദം പുറത്ത് വരരുത്. അപ്പോൾ ഇതിൽ തന്നെ ഒരു ചോദ്യം കൂടി വരും. എന്ത്? വഖഫ് ചെയ്യുമ്പോൾ മീമിൻ്റെയോ ഹാഇൻ്റെയോ ശബ്ദം പുറത്ത് വരരുത്. എപ്പോഴാണ്? അസ്ലിയായ മദ്ദിൽ വഖഫ് ചെയ്യുമ്പോൾ. അസ്ലിയായ മദ്ദിൽ വഖഫ് ചെയ്യുമ്പോൾ മീമിൻ്റെയോ ഹാഇൻ്റെയോ ശബ്ദം പുറത്ത് വരരുത്. അങ്ങനെ 2 രീതിയിൽ പഠിക്കുക. അപ്പോൾ ഇവിടുത്തെ പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമാണ് സിൽസാലഹ. സിൽസാലഹ ഇവിടെ ഡേഷായ മദ്ദിലാണ് വഖഫ് ചെയ്തത്. അപ്പോൾ അവിടെ എന്ത് മദ്ദിലാണ് വഖഫ് ചെയ്തത്? അപ്പോൾ അവിടെ എന്താ? അസ്ലിയായ മദ്ദിലാണ് വഖഫ് ചെയ്തത്. അതെ, അവിടെ അസ്ലിയായ മദ്ദിലാണ് വഖഫ് ചെയ്തത്. അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ അതിൽ ഒരു ബൈത്ത് വന്നിട്ടുണ്ട്. നന്നായി മനസ്സിലാക്കിയിട്ട് പഠിക്കുക അത്. അപ്പം എല്ലാവരും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക. എന്താണ്? വ അബ്ക എന്നതിൽ ഏത് മദ്ദിലാണ് വഖഫ് ചെയ്തത് എന്ന് ചോദ്യം വരും. അപ്പോൾ ഇവിടെ അസ്ലിയായ മദ്ദിലാണ് വഖഫ് ചെയ്യുന്നത് പറയാം. മനസ്സിലായില്ലേ? അതുപോലെ എന്തിലും ഇവിടെ ഊല ഇവിടെ ഏത് മദ്ദിലാണ് വഖഫ് ചെയ്തത് വെച്ചാൽ അസ്ലിയായ മദ്ദിലാണ് വഖഫ് ചെയ്തത്. അവിടെ യാ ആണ് അലിഫാണ് അങ്ങനെ എഴുതണ്ട. അസ്ലിയായ മദ്ദിലാണ് വഖഫ് ചെയ്യുന്നത് അങ്ങനെ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇന്ന് നമുക്കിവിടെ വീഡിയോ അവസാനിപ്പിക്കാം. 6ാമത്തെ പാഠത്തോടെ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബാക്കി പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞത് മറ്റുള്ള ഉദാഹരണങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി പഠിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.